ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ബ്ലോഗിലൂടെയും ഒക്കെ എൻ്റെ വീഡിയോ കേൾക്കുന്ന കൂട്ടുകാരും യൂട്യൂബിൽ വന്ന ശേഷം കൃഷിലോകം എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മലയാളികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പച്ചക്കറി വിളയാണ് പയർ. ശരീരത്തിൻ്റെ വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് പയർ. ഓണം, വിഷു പോലുള്ള ആഘോഷവേളകളിൽ പയറിൻ്റെ വില വളരെയേറെ ഉയരാറുണ്ട്. നമ്മളും ഒന്ന് മനസ്സ് വെച്ചാൽ പയർ കൃഷി വിജയകരമായി നമുക്ക് ചെയ്യാം. വിഷമടിക്കാത്ത പയർ നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിൽ നിന്നോ നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാനസിക ആരോഗ്യത്തിനും കൃഷി വളരെ നല്ല ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന കൃഷിത്തോട്ടം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാവക്കാടുള്ള ശ്രീ ഫൈസൽ കളത്തിലിൻ്റെ ടെറസിലെ പയർ കൃഷിയാണ്. കൃഷി ചെയ്യാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയാണ് ശ്രീ ഫൈസൽ. പയർ കൃഷി ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പൊതുവെ കൃഷി ചെയ്യുന്ന ചില ഇനങ്ങൾ 18 മണിയൻ പയർ, വള്ളിപ്പയർ, കുരുത്തോലപ്പയർ, കനകമണിപ്പയർ, കഞ്ഞിക്കുഴിപ്പയർ എന്നിവയാണ്. ഇനിയും ധാരാളം ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ വിജയകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടാവശ്യത്തിന് മാത്രമായോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് പയർ. പയർ കൃഷി വിജയകരമാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നല്ല ഇനം വിത്തുകൾ ലഭിച്ചു കഴിഞ്ഞാൽ മണ്ണൊരുക്കുകയാണ് ആദ്യത്തെ പടിയായിട്ട് വരുന്നത്. അമ്ലരസം കൂടിയ മണ്ണാണെങ്കിൽ അതിലേക്ക് അല്പം കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. വിത്ത് നേരിട്ട തടത്തിൽ പാകുകയാണെങ്കിൽ കുമ്മായം ചേർത്ത് 10 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ വിത്ത് നടാവൂ. ഇനി മറ്റൊരു രീതി എന്ന് പറയുമ്പോൾ തൈകൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്ത് അതിൽ വിത്ത് മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്ത് നടുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ 20% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനിയിലോ മുക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. വിത്ത് വേഗം മുളയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണിത്. വിത്ത് നടുമ്പോൾ നമ്മൾ ഒത്തിരി താഴ്ത്ത് നടേണ്ടതില്ല. ഒത്തിരി ആഴത്തിലേക്ക് നടുവാണെങ്കിൽ കിളിർത്ത് വരാനായിട്ട് താമസം നേരിടും. ടെറസിലാണെങ്കിലും താഴെയാണെങ്കിലും 70% വെയിലും 30% തണലും കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ പയർ കൃഷി ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടൂ. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വിത്ത് നട്ട ശേഷം 70% വെയിലും 30% തണലും കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക. എന്നാലേ നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ കിട്ടൂ. തണലത്ത് വെച്ച് മുളപ്പിച്ചാൽ ചെടി വെയിലുള്ള ഭാഗത്തേക്ക് നീണ്ടു പോവുകയും അതുകൊണ്ട് തന്നെ ചെടിക്ക് കരുത്തുണ്ടാവില്ല. പിന്നീട് അത് ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിൽ ടെറസിൽ നടുമ്പോഴും എങ്ങനെയാണെങ്കിലും വളം ചേർത്ത് മണ്ണൊരുക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഗ്രോ ബാഗിൽ മണ്ണൊരുക്കേണ്ട വിധം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം. കാലിവളം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക. ഇത് നമ്മുടെ മണ്ണിൽ ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് സ്യൂഡോമോണസ് ലായനിയും മിക്സ് ചെയ്ത് നമുക്ക് മണ്ണൊരുക്കാം. മണ്ണ് ലഭ്യമായില്ലെങ്കിൽ മണ്ണിന് പകരമായിട്ട് നമുക്ക് ചകിരിച്ചോറ് ചേർത്താലും മതിയാവും. ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നട്ടിരിക്കുന്ന പയർ ചെടി എപ്പോഴാണ് പറിച്ചു നടേണ്ടതെന്ന് ചോദിച്ചാൽ 2-3 ഇല വന്ന ശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ തടത്തിലേക്കൊക്കെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ്. നട്ട ശേഷം നമ്മൾ 2 നേരവും മിതമായിട്ട് നനച്ചു കൊടുക്കാം. കുറച്ച് ദിവസത്തേക്ക് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും വെള്ളത്തിലിട്ട് നന്നായിട്ട് പുളിപ്പിച്ച് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ തെളിയെടുത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് വളമൊന്നും പയറിന് ആവശ്യമായിട്ട് വരുന്നില്ല. ഈ രീതിയിൽ ചെയ്താൽ തന്നെ നന്നായിട്ട് പയറുണ്ടാകും. അപ്പോൾ വള്ളി പടർന്ന് നെഞ്ചുയരം വന്നു കഴിഞ്ഞാൽ തല നുള്ളി കൊടുക്കണം. കൂടുതൽ തലപ്പുകൾ വന്ന് വിളവ് വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണിത്. വള്ളി വീശാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് പന്തൽ കെട്ടി കൊടുക്കാം. മറ്റേത് കൃഷിയിലേതും പോലെ തന്നെ പയർ കൃഷിയിലും കീടശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടെറസിലെ കൃഷിയിലെ ഒരു ഗുണം വെയിലൊക്കെ നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് വിളവ് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ കീടശല്യവും കുറവായിരിക്കും എന്നുള്ളതാണ്. എങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കിടെ ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്യാവുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ
ജൈവ കീടനാശിനി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അത് ഉണ്ടാക്കുന്ന വിധം ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പയർ കൃഷിയിലെ കീടശല്യം ഒഴിവാക്കാനായിട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് തരുന്നതാണ്. പയർ വിത്തിട്ട് 45-ാം ദിവസം പൂവിട്ട് തുടങ്ങും. 50 ദിവസം കൊണ്ട് നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട് പാകത്തിനാവും. ഉദ്ദേശം 120 ദിവസമാണ് ഇതിൻ്റെ ഒരു വിളവിൻ്റെ കാലയളവെന്ന് പറയുന്നത്. പൂവും കായും ഒക്കെ പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ദിവസവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അത് കൂടുതൽ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല വെയിൽ കിട്ടുന്നുണ്ടാകും. അപ്പോൾ വെയിലത്ത് ഇത് നന്നായിട്ട് കൂടുതൽ കായ്ക്കാൻ അനുയോജ്യമായൊരു അന്തരീക്ഷമാണ്. കായ്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അധികം മൂക്കാനായിട്ട് നിർത്തരുത്. അതിനു മുമ്പ് തന്നെ പറിച്ചെടുക്കണം. അത് കൂടുതൽ വിളവ് ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഒത്തിരി മൂക്കാനായിട്ട് നിർത്തിയാണെങ്കിൽ കായ്ഫലം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പയർകൃഷി ചെയ്യുന്നവർ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ. ഇനി പയർകൃഷി ചെയ്തിട്ടുള്ള കൂട്ടുകാർ നിങ്ങളുടെ അറിവുകൾ, അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ അറിവുകളുള്ളവർ ഈ വീഡിയോയുടെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് റിപ്ലൈ കൊടുക്കുക. അറിവുകൾ നമുക്ക് അങ്ങനെ പരസ്പരം പങ്കുവയ്ക്കാം. വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്കും ഇനി മുതൽ വളർത്താം. മാരക രോഗങ്ങളില്ലാത്ത ഒരു നല്ല ഭാവിക്കായിട്ട് നമുക്ക് കരുതാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക്, അതുപോലെ ഓൾ വീഡിയോസിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.